അപ്പൊ എന്റെ കല്യാണമാണ് 30-ാം തീയതി. എന്തായാലും അങ്ങോട്ട് നേരത്തെ എത്തിയേക്കണം. നിനക്കും പെണ്ണ് കിട്ടിയല്ലേ? അതൊക്കെ അങ്ങനെ സെറ്റായി. അല്ല ചേച്ചിയുടെ മോന് കല്യാണം നോക്കിട്ട് എന്തായി? ആലോചനകൾ വന്നുണ്ട്, ഒന്നും നടക്കണില്ല. അതൊക്കെ അങ്ങനെയാണ് ചേച്ചി. അവന് 30 വയസ്സ് കഴിഞ്ഞില്ലേ? 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കിട്ടൂല. പല രണ്ടാഘട്ടം വല്ല മരണി നോക്ക്, അത് ചിലപ്പോ നടക്കും. ഒരു മിനിറ്റ്. എന്താ ചേട്ടാ? ഹലോ മോനെ, ദേഹണ്ടക്കാരൻ ശശിയാണ്. ചിക്കൻ 1000 പേർക്കുള്ള ഓർഡർ ചെയ്തിട്ടുണ്ട്. 30 വയസ്സ് കഴിഞ്ഞവരെ പുച്ഛിച്ചല്ലേ? എന്റെ കല്യാണം ഞാൻ നടത്തി തരാം. പിന്നെ അച്ചാറുടെ മാങ്ങ കിട്ടിയിട്ടില്ല, അത് എവിടെ പറിക്കും? പെണ്ണെവിടെന്നാണ്? അത് മാവുമെന്ന്. അപ്പൊ നീ മാങ്ങാണ്ടിനാണ് കല്യാണം കഴിക്കുന്നത്? സോറി, അത് ഫോണിൽ പറഞ്ഞു. എന്താ ചോദിച്ചത്? പെണ്ണെവിടെന്നാണ്? മാങ്ങ എവിടെ പറിക്കുമെന്ന്. അത് 5 തെങ്ങിന്നാണ്. അള്ള മോനെ, 5 തെങ്ങ് കയറി കഴിഞ്ഞാൽ തേങ്ങയല്ലേ കിട്ടുള്ളൂ, മാങ്ങ കിട്ടൂലല്ലോ. എന്റെ പൊന്നിയേട്ടാ, അത് ഞാൻ ഇവിടെ പറഞ്ഞാണ്. ചേട്ടൻ പല കടയിൽ പോയി മേടിച്ചു. ഈ 5 തെങ്ങില് എവിടെയായിട്ട് വരും പെണ്ണിന്റെ വീട്? അത് ഈ 5 തെങ്ങില് പാലത്തിന് ഇറക്കിൽ ഒരു പച്ച പെയിന്റ് അടിച്ച വീട്. പാലത്തിന്റെ ഇറക്കില് പച്ച പെയിന്റ് അടിച്ച വീട്ടിലാ? ആ വീട്ടിലെ ദിവാകര ചേട്ടന്റെ മോള്. എന്റെ പൊന്നെ, ആ പെണ്ണാ? എന്തേച്ചി വല്ല പ്രശ്നം ഉണ്ടാ? ഓ, അതെങ്ങനെ നിന്നോട് പറയാനാണ്? ചേച്ചി അതൊന്നും കുഴപ്പമില്ല. ചേച്ചി എന്താണെന്ന് വെച്ചാ പറഞ്ഞേ. വീട്ടില് പണിക്ക് വന്ന ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നാ, 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നൊക്കെ പറയണത് കേട്ടു. അത് കൊറേ നാളായി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നണത്. ആ, എന്തായാലും നീ കെട്ടി നോക്ക്. കൊല്ലിച്ചാലല്ലാത്തിനും. ഹലോ ശശിയേട്ടനാ? എന്താണോ മോനെ, ഞാൻ വിളിച്ചതേ പച്ചമാങ്ങ കിട്ടിയില്ല മോനെ, പഴുത്ത മാങ്ങ കിട്ടിയത്. പഴുത്ത മാങ്ങ തന്റെ അമ്മൂമ്മളെ നായർക്ക് ജ്യൂസ് ആയിട്ട് കൊടുക്കും. പച്ചമാങ്ങ എടുക്കും. എന്റെ കല്യാണം അവൻ 30 വയസ്സ് കഴിഞ്ഞവരെ കളിയാക്കണം. അയ്യോ, പോയില്ലേ? ഇനി ഇത് ആരെ കെട്ടിക്കാനാണ്? മുടങ്ങിയ കല്യാണത്തിന് ലെറ്റർ പിടിച്ച് നിൽക്കണം.